ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فكأي من قرية أهلكناها وهي ظالمة فهي خاوية على عروشها وبئر معطلة وقصر مشيد أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പന വിരോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി പാലിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സമയങ്ങളിലും കഴിവിൻ പരമാവധി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്കായി നമ്മുടെ നാടുകളിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവിടെ എത്തുവാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ഹാജിമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ച് നാടുകളിലേക്ക് വന്ന് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്നും കഴിഞ്ഞു. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധിയാക്കി ഇനി നമ്മുടെ പാപങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ വസ്ത്രം കഴുകി വൃത്തിയാക്കി അതൊടുക്കുമ്പോൾ എപ്രകാരം നാം പിന്നീട് അഴുക്കാകാതിരിക്കാൻ ശ്രമിക്കുമോ എന്നതുപോലെ പാപകർമ്മങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ മാക്സിമം കഴിവിൻ പരമാവധി ശ്രദ്ധിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. പാപങ്ങളും ദുഷ്കർമ്മങ്ങളും അള്ളാഹുവിനുള്ള എതിർപ്രവർത്തനങ്ങൾ അധികരിക്കുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷാ നടപടികൾ ഏത് നാട്ടുകാരാണെങ്കിലും പ്രദേശത്തുകാരാണെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം മുതൽ ഒരുപാട് പ്രവാചകന്മാരുടെ സമുദായങ്ങളെ അള്ളാഹു അവരുടെ പാപകർമ്മങ്ങളുടെ ആധിക്യം കാരണമായി കൈകാര്യം ചെയ്തത് നമുക്ക് കാണാം.
വഖൗമ നൂഹിൻ ലമ്മ കദ്ദബു റുസുല അഗ്റഖനാഹും എന്ന് തുടങ്ങി ആദ്, സമൂദ്, അസ്ഹാബുർ റസ്, അസ്ഹാബുൽ ഐക്ക, ഖൗമു തുബ്ബഅ് പോലെയുള്ള ഖുർആനിൽ പേര് പറഞ്ഞതും പേര് പറയാത്തതുമായ ഒരുപാട് പ്രദേശത്തുകാരെ അള്ളാഹു കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതെല്ലാം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ചെടുത്തു പറയുന്നത് അത് വായിക്കുന്ന, പാരായണം ചെയ്യുന്ന സത്യവിശ്വാസികളും വിശ്വാസിനികളും അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ആ സമുദായങ്ങൾക്ക് വന്നു ഭവിച്ച ഭവിഷ്യത്ത് ശിക്ഷകൾ നമുക്ക് നേരിടാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ സൽക്കർമ്മങ്ങളും തഖ്വയുമായി നാം അനുഷ്ഠിക്കേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റ. ശിക്ഷകൾക്ക് ശേഷം അള്ളാഹു പറയുന്നു അതിൽ സത്യവിശ്വാസികൾക്ക് ഗുണപാഠമുണ്ട്. തദ്കിറ, ആളുകൾക്ക് ഉത്ബോധനമുണ്ട്, ആളുകൾക്ക് അതിൽ ഉപദേശമുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ നാം പരിശോധിക്കുമ്പോൾ ഇതേപോലെയുള്ള ആയത്തുകൾ കാണുമ്പോൾ സഹോദരങ്ങളെ, നാം അത് ഓതുന്നതിനുള്ള പുണ്യം കരസ്ഥമാക്കുന്നതിലുപരി അവകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കലാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഈ ഒരു സ്ഥിതിവിശേഷം ഇല്ലാതെ വരുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള പല നിലയിലുള്ള ശിക്ഷാ നടപടികൾ ഏത് രാജ്യക്കാരും പ്രദേശത്തുകാരാകട്ടെ അവരൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഗൾഫ് നാടുകളിലുള്ള യുദ്ധങ്ങളാണെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പല പല പ്രശ്നങ്ങളാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ഖുർആനിൻ്റെ ഉത്ബോധനത്തിൽ നിന്നും അതിൽ പറയപ്പെടുന്ന ചരിത്രങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്തതിൻ്റെ പേരിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം അള്ളാഹുവിനെ അനുസരിക്കുകയും അവനെ വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിലോ അള്ളാഹു പറയുന്നു അവർക്ക് നാം സുഭിക്ഷമായ സ്വസ്ഥമായ സുഖജീവിതം ഇഹത്തിലും പരത്തിലും അവർക്ക് നാം നൽകുമെന്ന് അള്ളാഹു ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. വളറബല്ലാഹു മസലൻ ഖറിയത്തൻ കാനത്ത് ആമിനത്തൻ മുത്മഇന്ന യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മക്കാൻ ഫകഫറത് ബിഅൻഉമില്ല. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉപദേശിക്കുകയാണ്. വളറബല്ലാഹു മസലൻ ഖറിയ, ഒരു നാടിനെ നിങ്ങൾക്ക് നാം ഉദാഹരണമായി പറഞ്ഞു തരുന്നു. കാനത്ത് ആമിനത്തൻ മുത്മഇന്ന, ആ നാട് നല്ല റാഹത്തുള്ള നാടാണ്, സമാധാനമുള്ളതാണ്. മുത്മഇന്ന, സ്വസ്ഥതയും സന്തോഷവും സ്വാതന്ത്ര്യവും ഉള്ളതാണ്. യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മക്കാൻ, അവർ ആ നാട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ സീസണിലും അവർക്കെത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് അനുഭവിച്ച് അതിന് ശുക്ർ പറഞ്ഞ് അത് തന്ന റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കാതെ ഫകഫറത് ബിഅൻഉമില്ല, അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് തള്ളി ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുള്ള ജീവിതം ഇല്ലാതെ വന്നപ്പോൾ ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ് ബിമാ കാനൂ യസ്നഊൻ. അള്ളാഹു അവർക്ക് പേടിയും അവർക്ക് ഭയപ്പാടും ഭീകരതയും ഒക്കെ ഇട്ടുകൊടുത്ത് അവരെ കഠിനമായി അള്ളാഹു പിടികൂടുന്നു. ബിമാ കാനൂ യസ്നഊൻ, അവരുടെ പ്രവൃത്തിയുടെ ഫലമായി. നമുക്കറിയാം, ഇപ്പൊ ഗൾഫ് നാടുകളിലൊക്കെ സുഖമായി സന്തോഷകരമായി അവർ ജീവിച്ചു കൊണ്ടിരുന്നവരാണ്. നമ്മുടെ ഇവിടെ നിന്നുള്ള സഹോദരങ്ങളാണെങ്കിലും അവിടെയുള്ളവരാണെങ്കിലും നാനാഭാഗത്തു നിന്നും അവർക്ക് റിസ്ക് എത്തിക്കൊണ്ടേയിരുന്നു. അവർ ദുർവിനിയോഗം ചെയ്യുന്ന ഭക്ഷണത്തെ പറ്റി തന്നെ നമ്മുടെ പോയ സഹോദരങ്ങൾ അത്ഭുതപ്പെടാറുണ്ട്. അവർ വേസ്റ്റാക്കി കളയുന്നത് അത്ര കണ്ട് സുഭിക്ഷതയായിരുന്നു, ഇഷ്ടം പോലെ സമ്പത്തായിരുന്നു, ഒരു പേടിയുമില്ല.
UAE സമ്പത്തിറക്കിയാൽ സ്വസ്ഥതയാണ്. അവിടെ ആരും ഇനി ഒന്നും പേടിക്കാനില്ല. കാശുകാരെല്ലാം കൊണ്ടുപോയി കള്ളവും വെള്ളവുമായ പണങ്ങൾ, കള്ളപ്പണവും വെള്ളപ്പണവും ഒക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് അവിടെയാണ്. എന്താണ്? ധൈര്യമാണ്. ഒരു പ്രശ്നവും അവിടെ വരികയില്ല. അങ്ങനെ ഈ നാട് എന്നല്ല, ഏത് നാട്ടിലുമുള്ള അവസ്ഥ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാതെ വരുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളുടെ പേരോ ആ നാട്ടിലുള്ള നാടിനെ നിയന്ത്രിക്കുന്ന രാജാവിൻ്റെ കുടുംബമോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്. അള്ളാഹു വ്യത്യസ്തങ്ങളായ നിലയിലുള്ള നടപടികളെ കൊണ്ട് ആ നാട്ടുകാരെ അള്ളാഹു കൈകാര്യം ചെയ്യും. ചിലപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഭൂമി കുലുക്കമോ അല്ലെങ്കിൽ തീപിടുത്തമോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മഹാമാരിയോ ഒക്കെയാണെങ്കിൽ ഇത് വേറെ നാടുകളെ കൊണ്ട് അള്ളാഹു കൈകാര്യം ചെയ്യും. വമാകാന റബ്ബുക ലിയുഹ്ലിക്കൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ഒരു നാടിനെയും ഒരു നാട്ടുകാരെയും ഒരു നാട്ടുനിവാസികളെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല അവർ മുസ്ലിഹുകളാണെങ്കിൽ, അഥവാ നന്മ സുഹൃതം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ. സഹോദരങ്ങളെ, സഊദി ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, കുവൈത്ത് ആകട്ടെ, ഏത് രാജ്യമാകട്ടെ, മുസ്ലിം എന്ന പേരിലല്ല അള്ളാഹു നോക്കുന്നത് ആ നാട്ടുകാരുടെ വിശ്വാസവും തുടർന്നുള്ള അവരുടെ പ്രവർത്തനങ്ങളുമാണ്. ഫലമ്മ നസൂ മാ ദുക്കിറൂ ബിഹി, അള്ളാഹു അവരോട് നൽകുന്ന ഉപദേശങ്ങൾ, ഇത് എനിക്കും നിങ്ങൾക്കും നമുക്കും ഒക്കെ ബാധ്യതയാണ്. അള്ളാഹു നൽകുന്ന ഉപദേശങ്ങളെ, തദ്ക്കിറകളെ, ഉത്ബോധനങ്ങളെ ആര് മറന്നു കളയുന്നോ അവരാരാണെന്ന് പിന്നെ അള്ളാഹു നോക്കുകയില്ല. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാ അനുഗ്രഹത്തിൻ്റെയും കവാടം കുറച്ചുകൂടി അള്ളാഹു അങ്ങോട്ട് തുറന്നു കൊടുക്കും. തുറന്നു കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുന്നു സമാധാനമാണ്, സന്തോഷമാണ്, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, കിട്ടിയ സ്വർണവും വെള്ളിയും പെട്രോളും ക്രൂഡ് ഓയിലും ഗ്യാസും സമ്പത്തും കൊണ്ടങ്ങനെ മതിമറന്ന് എല്ലാ ടൂറിസത്തിൻ്റെ വാതിലും തുറന്ന്, എല്ലാ മദ്യത്തിൻ്റെ വാതിലുകളും തുറന്ന്, പൈസ പിന്നെയും എങ്ങനെയൊക്കെ സമ്പാദിക്കാൻ പറ്റുമോ അത് ഹലാലും ഹറാമും എന്നൊന്നും നോക്കാതെ ഭരണാധികാരികളും നാട്ടുകാരും ഒക്കെ, നാട്ടുകാർ അതിൽ കൂടിയില്ല എങ്കിൽ പോലും സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ വരാൻ ഇതെല്ലാം കാരണമാണ്. അങ്ങനെ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുന്നത് കൊണ്ട് അവർ മതിമറന്ന് ജീവിക്കുന്നു. അഖദ്നാഹും ബഗ്ത ഫഇദാഹും മുബ്ലിസൂൻ. അങ്ങനെ ഇരിക്കുമ്പോഴതാ അള്ളാഹുവിൽ നിന്നുള്ള പെട്ടെന്നുള്ള പിടി, അള്ളാഹുവിൽ നിന്നുള്ള പെട്ടെന്നുള്ള ശിക്ഷ വരുന്നു. ആശയറ്റവരായി നിലംപതിക്കുന്നു. ഖുർആനിൽ ഈ പറയപ്പെട്ടത് നമ്മോട് എന്നതുപോലെ തന്നെ അവരോടും കൂടിയാണ്, അവരോട് എന്നതുപോലെ തന്നെ നമ്മോടും കൂടിയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിന് നാം ശുക്ർ, നന്ദിയുള്ളവരായി ജീവിക്കണം. നമുക്ക് അള്ളാഹു നൽകുന്ന സമ്പത്തും നമ്മുടെ കുടുംബവും നമ്മുടെ ആരോഗ്യവും എല്ലാം ഒരു പരീക്ഷണമാണ് എന്ന് ഏത് നാടും ഏത് നാട്ടുകാരും വിചാരിച്ചില്ല എങ്കിൽ അള്ളാഹു അവരെ കഠിനമായി പിടികൂടുമെന്ന് അനവധി സംഭവങ്ങൾ ഖുർആനിൽ നടന്നത് അള്ളാഹു എടുത്തു പറയുന്നതിനോടൊപ്പം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കവേ കണ്ട് ഇനിയെങ്കിലും നമുക്ക് പഠിക്കാൻ അള്ളാഹു പ്രവൃത്തി പദത്തിലൂടെ നമുക്ക് നമ്മുടെ നേരെ കാട്ടിത്തരികയാണ്. എല്ലാവരുടെ കയ്യിലും ആധുനിക സൗകര്യങ്ങളുള്ള മൊബൈലുണ്ട്. അത് കണ്ട് രസിക്കാനുള്ളതല്ല, ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഇന്ന് അവിടെയാണെങ്കിൽ നാളെ വേറെ സ്ഥലത്തായിരിക്കാം. അള്ളാഹു പറഞ്ഞില്ലേ, ഏത് നാട്ടുകാരാണെങ്കിലും ഖിയാമത്തിന് മുമ്പ് അവരെ നാം പിടികൂടാതിരിക്കില്ല. ഒന്നിരിക്കൽ കഠിനമായി നാം അവരെ ശിക്ഷിക്കും, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയും. വകാന ദാലിക ഫിൽ കിതാബി മസ്തൂറ, റിക്കാർഡിക്കലാണ് കിതാബിൽ. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷകൾ വരുന്നതിന് മുമ്പ്
അതിൻ്റെ ഗൗരവം കുറയ്ക്കാനും വരാതിരിക്കാനും ഒക്കെ വേണ്ടി അള്ളാഹു ഏതെല്ലാം കാര്യങ്ങളാണോ പ്രവാചകന്മാരിലൂടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അത് നാം വായിച്ച് തീർത്ത് നിർവൃതി അടയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് അവകളെ നാം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നും ഞാനും നിങ്ങളും നമ്മളും അറബികളും അടക്കം രക്ഷപ്പെടുകയുള്ളൂ. ഒരു രാജ്യത്തും സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട, അള്ളാഹു നൽകിയാലല്ലാതെ. ഒരു രാജ്യത്തും സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വിചാരിക്കേണ്ട, പടച്ച തമ്പുരാൻ അനുവദിച്ച് തന്നാലല്ലാതെ. എത്രയോ നാടുകളാണ് അഹ്ലക്നാഹ, നാം അവകളെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. കാരണം വഹിയ ലാലിമ, ആ നാട് അക്രമിയായിരുന്നു. അതായത് നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർ. ആദിന്റെയും ഇറമിന്റെയും നൂഹ് നബിയുടെയും ഐക്കാനിവാസികളുടെയൊക്കെ പേരുകൾ അള്ളാഹു ചില സ്ഥലത്ത് പറയുന്നുവെങ്കിൽ പറയാത്ത ഒരുപാട് നാടുകളുണ്ട്. അന്നും ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ഈ രാജ്യത്തുമുണ്ട്. എത്രയോ സംഭവങ്ങൾ നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ നാം അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒറ്റയടിക്ക് മണ്ണിനടിയിലേക്കാക്കി കളയുന്നത്. ചിലപ്പോൾ ശക്തമായ പേമാരി മുഖേന, അല്ലെങ്കിൽ ശാന്തമായി കിടക്കുന്ന കടലിനെ തെളിച്ചു കൊണ്ടുവന്ന് അടിച്ചു കയറ്റി തിരമാലകൾ കൊണ്ട് നശിപ്പിക്കുന്ന എത്രയോ സ്ഥലങ്ങളും നാടുകളും നാം കണ്ടിട്ടുണ്ട്. നാട്ടുകാർ അക്രമികളായി മാറുമ്പോൾ എത്രയെത്രയോ നാടുകളെയാണ് നാം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, അറബികളെ, മുസ്ലിങ്ങളെ, മനുഷ്യരെ, അവകളെല്ലാം അവകളുടെ പന്തലിന്മേൽ അടിഞ്ഞ് പൊളിഞ്ഞ് വീണ് കിടക്കുന്ന എത്രയോ സ്ഥലങ്ങളാണുള്ളത്. ഷാമിലേക്കും യമനിലേക്കും അല്ലാത്ത സ്ഥലങ്ങളിലേക്കുമൊക്കെ നിങ്ങൾ കച്ചവടാവശ്യാർത്ഥവും അല്ലാതെയുള്ള നിങ്ങളുടെ സഞ്ചാരാവശ്യാർത്ഥമൊക്കെ നിങ്ങൾ പോകുന്ന അവസരത്തിൽ നിങ്ങൾ കാണുന്നില്ലേ? ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അവകളെല്ലാം അവകളുടെ കാലുകൾ ഒടിഞ്ഞു വീണ് പന്തലുകൾ ചെരിഞ്ഞു കിടക്കുന്ന നാടുകൾ എത്രയാണ്. വബിഇരി മുഅത്തല, ഉപയോഗശൂന്യമായ എത്രയോ കിണറുകളാണ് അവിടെയുള്ളത്. അവിടെയൊക്കെ മനുഷ്യന്മാരുണ്ടായിരുന്നു. അവിടെ നിന്നല്ല മനുഷ്യന്മാർ വെള്ളം ഉപയോഗിച്ചിരുന്ന കിണറുകളാണത്. ഇന്ന് അത് ഉപയോഗിക്കാൻ ആരുമില്ല, ഒട്ടക്കിണറുകളായി കിടക്കുകയാണ്. അവിടെ വലിയ ഒരു സമൂഹം മുമ്പ് ജീവിച്ചിരുന്നു. അവർക്കൊക്കെ എന്തു പറ്റി എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആലോചിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആലോചിക്കുന്നുവെങ്കിൽ അവർക്ക് എങ്ങനെ അത് സംഭവിച്ചു? അവരെന്ത് തിന്മയാണ് ചെയ്തത്? ആ തിന്മ നിങ്ങളിലുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കും ഇതേപോലെയുള്ള അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷകൾ വന്ന് പിടിപെടാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും മാറാൻ നിങ്ങൾക്ക് തയ്യാറാകുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ അള്ളാഹു നമ്മെ ഓതാൻ വേണ്ടി പറഞ്ഞതും നമ്മെ പഠിപ്പിക്കുന്നതും. അല്ലാതെ വെറുതെ ഉപയോഗശൂന്യമായ കുറെ കാര്യങ്ങൾ അള്ളാഹു പറയുന്നതല്ല. ഒരുപാട് ഖിസ്സസുകൾ, ചരിത്രങ്ങൾ ഖുർആനിലുണ്ട്. ആ ചരിത്രങ്ങളെല്ലാം സംഭവങ്ങളാണ്. വെറും ഒരു രാക്കഥയല്ല ഖുർആനിലുള്ളത്. എല്ലാം സംഭവങ്ങളാണ്, നടന്നുപോയതാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളും നന്നായില്ലെങ്കിൽ ഇതേപോലെയുള്ള അവസ്ഥ നിങ്ങൾക്കും നേരിടേണ്ടി വരും, നിങ്ങളുടെ നാടുകൾക്കും. വഖസ്രി മശീദ്, എത്രയോ കെട്ടിയുണ്ടാക്കിയ 15, 20, 50 നിലയുള്ള ബിൽഡിങ്ങുകളാണ് ഇന്ന് ഓരോ രാജ്യത്തും ഉപയോഗശൂന്യമായി കിടക്കുന്നതെന്ന് അന്ന് അല്ലാഹു ചോദിച്ചത് ഇന്ന് സഹോദരങ്ങളെ നാം നേരിട്ട് കാണുകയാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, സത്യനിഷേധികളെ എങ്ങനെ നാം കൈകാര്യം ചെയ്തു എന്ന് അറിയാൻ വേണ്ടി അഫലം യസീറു ഫിൽ അർളി, ഭൂമിയിലൊന്ന് സഞ്ചരിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ വരുന്നു. സുഖലോലുപതയോടുകൂടി സുഖിയന്മാരായ ആളുകൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങുകൾ
ഇനി അതിൽ താമസിക്കാൻ പറ്റാത്ത നിലയിൽ എത്രയെത്രയോ നിലകളുള്ള ബിൽഡിങ്ങുകളാണ് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നത്. വഖസ്രി മശീദ് അഫലം യസീറു ഫിൽ അർദ്. അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടതെന്താ? ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ. കണ്ട് അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കി ചിന്തിക്കുന്ന നാവുകളും ഹൃദയങ്ങളും ചെവികളും ഒക്കെ നിങ്ങൾക്കുണ്ടാകാൻ അത് ഗുണപാഠമാണ് എന്നാണ് അള്ളാഹു കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെ അള്ളാഹു ഇന്നെടുത്തു പറയുന്നതെങ്കിൽ, നിലവിൽ സഹോദരങ്ങളെ പറയാതെ തന്നെ ഞാനും നിങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷകൾ വന്നാൽ എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര വലിയ പ്രസിഡന്റാണെങ്കിലും, എത്ര സമ്പന്നനാണെങ്കിലും, എത്ര ആധുനിക സൗകര്യങ്ങൾ ഉള്ളവനാണെങ്കിലും ഒരാൾക്കും അതിൽ നിന്നും രക്ഷയില്ല. അള്ളാഹു പറഞ്ഞില്ലേ, വല്ലറദ ഫറശ്നാഹ, ഭൂമിയെ നാമല്ലേ വിരിച്ചു തന്നത്, ഫനിഅമൽ മാഹിദൂൻ, അതിനെ സംവിധാനിച്ചവൻ എത്ര നല്ല റബ്ബ. ആ റബ്ബിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ എന്തുകൊണ്ട് വിശ്വാസികളെ നമുക്ക് കഴിയുന്നില്ല? സമ്പത്ത് കൊന്നുകൂടുമ്പോൾ സ്വർണവും വെള്ളിയും ഗ്യാസും പെട്രോളും ഡീസലും ഒക്കെയായി അവിടെ നിന്ന് നമുക്കും ഒക്കെ സമ്പത്ത് കുന്നുകൂടുമ്പോൾ നാം അള്ളാഹുവിനുള്ള ധിക്കാരം അധികരിക്കുകയല്ലേ നമ്മിൽ നിന്നുണ്ടാകുന്നത്? അള്ളാഹു പറയുന്നു, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. ആലു ഇംറാൻ. അള്ളാഹു ഒരു കാരണവശാലും സത്യവിശ്വാസികളെ തോന്യാസം വിടുകയില്ല. അലാമ അന്തും അലൈഹി, നിലവിൽ അവർ ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ ജീവിച്ചങ്ങ് മരിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. അള്ളാഹു തീർച്ചയായും അവൻ പരീക്ഷിക്കും. ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്, ചീത്തയിൽ നിന്നും നല്ലതേത് എന്ന് വേർതിരിച്ചൊന്നും മാറി കൃത്യമായി മനസ്സിലാക്കുന്നതുവരെ സത്യവിശ്വാസികളെ വെറുതെ അങ്ങനെ അങ്ങ് വിടുമെന്ന് വിചാരിക്കണ്ട. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വത്തമറ. ഇതൊക്കെ വരാൻ പോവുകയാണ്. പേടി, അന്നം കിട്ടാനില്ല, പെട്ടെന്നുള്ള മരണം, സമ്പത്തില്ല, എല്ലാം ഞെരുക്കിക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുന്നു. പഴവർഗ്ഗങ്ങളില്ല. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. എല്ലാം വരാൻ അടുത്തിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊന്ന് പെട്ടെന്ന് നിന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, ഇപ്പോൾ നാം വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. ഈ പരീക്ഷണങ്ങൾ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെയൊക്കെ അവരുടെയൊക്കെ പ്രവൃത്തിയുടെ ഫലമായി കൊണ്ടാണ്. അള്ളാഹു വേണ്ടുവോളം തുറന്ന് നമുക്ക് തന്നില്ലേ? എത്രയാ തുറന്നു തന്നത്? മതി വരുവോളം അവർക്കും നൽകി, നമുക്കും നൽകി. ആമനു, ഏത് നാട്ടുകാരാകട്ടെ അവർ വിശ്വസിക്കുകയും വത്തഖൗ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, എല്ലാ സുഖത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാതിലുകൾ അവർക്ക് നാം തുറന്നു കൊടുക്കും. ബറക്കാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും വിണ്ണിൽ നിന്നും എല്ലാ അനുഗ്രഹങ്ങളും തുറന്നു കൊടുക്കും. അള്ളാഹു പറയുകയാണ്, തഖ്വ പാലിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ. പക്ഷെ വലാകിൻ കദ്ദബു, അതൊക്കെ കിട്ടുമ്പോഴും അവർ അല്ലെങ്കിൽ അവരുടെ പിൻതലമുറ മുമ്പ് ഭരിച്ചിരുന്നവരെക്കാൾ മോശമായിരിക്കും പിന്നീട് വരുന്ന ഭരണാധികാരികൾ. നമ്മളെക്കാൾ മോശമായിരിക്കും നമ്മുടെ പിൻതലമുറയായി വരുന്ന ആളുകൾ. ഇങ്ങനെ വരുമ്പോൾ വലാകിൻ കദ്ദബു, നിഷേധികളായി മാറുന്നു. എന്തു തോന്നിയാസവും ചെയ്യാൻ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കി, മുൻപുണ്ടായിരുന്ന ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും നിയമങ്ങളെല്ലാം മാറ്റിവെക്കുന്നു. ദീനിന് പ്രാധാന്യം കൊടുക്കാതെ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നു. വലാകിൻ കദ്ദബു, കള്ളന്മാരായി മാറുന്നു. വേഷത്തിലൊന്നും അള്ളാഹു ആരുടെയും നോക്കുന്നില്ല. എല്ലാവൻ്റെയും വിശ്വാസവും പ്രവൃത്തി അള്ളാഹു നോക്കുന്നത്.
എന്ന് വിചാരിച്ച് വേഷം മോശമാണെന്നല്ല, പക്ഷേ ആദ്യ പരിഗണന ഇങ്ങോട്ടാണ്. നല്ല വേഷമിട്ടുകൊണ്ട് എന്ത് തോന്നിയാസം ചെയ്യാമെന്നല്ല അള്ളാഹു പറഞ്ഞത്. വലാകിൻ കദ്ദബു, കളവ് കാട്ടിയപ്പോൾ ഫഅഖദ്നാഹും, എല്ലാ സ്വപ്നവും തകർത്തടിഞ്ഞില്ലേ? എന്തൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിരുന്നു? ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാക്കണം, അല്ലെങ്കിൽ തന്നെ അതെ, എന്നിട്ട് ഇനിയും വളരണം. അതിനെന്ത് വേണം? എല്ലാം തുറക്കണം. എന്തെല്ലാം? തോന്നിയാസങ്ങളെല്ലാം. പേരോ ഒന്നാം തരം പേര്. ഇങ്ങനെ കളവ് ആവുകയും നിഷേധം കാണിക്കുകയും ചെയ്തപ്പോൾ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, പ്രവൃത്തിയുടെ ഫലമായി അവരെ എല്ലാവരെയും നാം പിടികൂടി. ഇപ്പൊ ആർക്കും ഒരു സമാധാനവുമില്ല, രാജാവിനുമില്ല, പ്രജകൾക്കുമില്ല. എന്ത് സുഖമായിരുന്നു അവർക്കവിടെ, എത്ര സ്വസ്ഥമായിരുന്നു നമുക്കിവിടെ. ഇവിടെയും അവിടെയും എല്ലാം സമാധാനക്കേട് വന്നില്ലേ? എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇതുള്ളത് വന്നത്? ഇതെല്ലാം അള്ളാഹു വിശ്വസിച്ച നമ്മളോടല്ലേ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞത്. റബ്ബിനെ മനസ്സിലാക്കി അവനെ മാത്രം ആരാധിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാനുണ്ടെന്ന് റബ്ബ് എത്രയോ സ്ഥലത്താണ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക്, നമ്മുടെ ഭരണാധികാരികൾക്ക്, ഖുർആനിൻ്റെ വാഹകരാണെന്ന് പറയുന്ന അറബികൾക്കും അനറബികൾക്കും അള്ളാഹുവിൻ്റെ കൽപ്പന, സമ്പത്തിൻ്റെ ആധിക്യം വന്നപ്പോൾ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് അള്ളാഹു അവരെ എല്ലാവരെയും കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് മടങ്ങാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വത്തഖു ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഒരിടങ്ങേറ് വന്നാൽ ഒരാൾക്ക് മാത്രമല്ല, സമൂലമായിരിക്കും വരിക. വത്തഖു ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്നും അക്രമം ചെയ്തവരെ മാത്രമല്ല, കുഴപ്പങ്ങൾ വന്നാൽ ഇടങ്ങേറിലാവുക, എല്ലാവരെയും അത് ബാധിക്കും. അള്ളാഹു കഠിനമായി കൈകാര്യം ചെയ്യുന്നവനാ അൻഫാൽ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നാം ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ നാം നന്നായി തീരുക. അതോടൊപ്പം തന്നെ അവർക്ക് നന്നാവാനുള്ള മാനസിക മാറ്റം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ ദീൻ, അവൻ്റെ കലിമത്ത് ലോകത്തുയർന്ന് കാണാൻ, അതിനുള്ള പരിശ്രമം ചെയ്യാൻ, അവർക്ക് അതിനുള്ള താക്കത്ത് കിട്ടാൻ വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. എല്ലാം അള്ളാഹു നമ്മുടെ കയ്യിലാണ് തന്നത്. അത് ദുർവിനിയോഗം ചെയ്ത് നഷ്ടപ്പെടുത്തി കളയാതെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉന്നമനത്തിനും അതിൻ്റെ പ്രചരണത്തിനും വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ സമൂലമായ മാറ്റം, അഥവാ അള്ളാഹുവും റസൂലും എന്താണോ പറഞ്ഞത് അതനുസരിച്ചുള്ള ജീവിതം നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. അള്ളാഹു ശാന്തിയും സമാധാനവും നമ്മുടെ നാടുകളിലും, എല്ലാ നാടുകളിലും, മുസ്ലിം നാടുകളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു